ഇതൊരു പിടിയെടുത്ത് മണ്ണിലേക്കിട്ട് ദേ ഇതുപോലെ മുളക് തൈകൾ മണ്ണിലേക്ക് നട്ടാൽ മുളക് കുല കുത്തി കായ്ക്കും. മുളക് തൈ നടേണ്ട ശരിയായ രീതി എങ്ങനെയാണെന്നുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. ദേ ഇപ്പം ഒരു 5ഓളം മുളക് തൈയും കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇല കണ്ടോ? ഇതിൻ്റെ ഇല എന്ന് പറയുന്നത് ഇപ്പം കുരുടിപ്പ് വന്ന് തുടങ്ങിയാട്ടോ. നമ്മളിപ്പം കുറച്ച് ദിവസമായി മേടിച്ച് വെച്ചിട്ട് പക്ഷേ കുരുടിപ്പായി. എന്നാൽ ഇനി അധികം ദിവസം വെച്ച് കഴിഞ്ഞാൽ ഇത് മുഴുവൻ നശിച്ചു പോകും. അതുകൊണ്ട് നമ്മളിതിനെ നമ്മുടെ ഗ്രോ ബാഗിലേക്ക് മാറ്റാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് മണ്ണ് ദേ ഞാൻ വെട്ടിക്കൂട്ടിയിട്ടുണ്ട്. ഇത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഗ്രോ ബാഗിൽ നിറച്ചിട്ടുള്ള കൃഷി ചെയ്തിരുന്ന മണ്ണ് തന്നെയാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു കൃഷിയുടെ സമയം കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ വാരിക്കൂട്ടി ഇട്ടിരുന്നു. അപ്പം ഓൾറെഡി ഇതിനകത്ത് നമ്മുടെ ഒരു വളം അത്യാവശ്യം ഉണ്ട്. എങ്കിൽ പോലും ഇനിയും വളം ചെയ്യണം. ആ ഒരു വളം എന്തൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതുണ്ടോ, ഈ ഇരിക്കുന്നത് നമ്മുടെ ചാണകപ്പൊടിയാണ്. അപ്പോൾ ചാണകപ്പൊടി കൊണ്ടുവച്ചിട്ടുണ്ട്. നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയാണ്. പിന്നെ വേണ്ടുന്നത് ഇത് കണ്ടോ, നമ്മുടെ എല്ലുപൊടി. എല്ലുപൊടി നമുക്കെല്ലാം നമ്മുടെ ഈ ഒരു വളക്കടയിൽ മേടിക്കാൻ കിട്ടും. എല്ലുപൊടി വേണം. അതുപോലെ തന്നെ നമുക്ക് ഈ ഇരിക്കുന്നത് പറയുന്നത് നമ്മുടെ വേപ്പിൻ പിണ്ണാക്കാണ്. വേപ്പിൻ പിണ്ണാക്കുണ്ട്. ഇത് ട്രൈക്കോട്ടർമ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇത് വെള്ള പൗഡറാണ്. ഇത് നമുക്ക് നമ്മുടെ ഈ ഒരു നമ്മുടെ ചെടികൾക്ക്, അതായത് നമ്മൾ വെക്കുന്ന പച്ചക്കറികൾക്ക് യാതൊരു വിധമായ അസുഖങ്ങളും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ചേർക്കുന്ന ഒരു സാധനമാണ്. പിന്നെ ഉള്ളത് കുറച്ച് സവാളയുടെ തൊലിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മുളക് നട്ട അതേ കവറിൽ തന്നെയാണ് ഇപ്രാവശ്യം നടാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ഈ പറയുന്ന ചാണകപ്പൊടിയും അതുപോലെ എല്ലുപൊടിയോടെ മിക്സ് ചെയ്തിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം. ഏകദേശം ഒരു 5 കിലോയോളം ചാണകപ്പൊടിയും 1 കിലോയോളം എല്ലുപൊടിയും ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് വേപ്പിൻ പിണ്ണാക്കാണ്. വേപ്പിൻ പിണ്ണാക്ക് നമുക്ക് ഇതിന് മറ്റ് രോഗങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം അത്യാവശ്യം വേപ്പിൻ പിണ്ണാക്ക് ഇതുപോലെ ഞാൻ കുടഞ്ഞങ്ങിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഉണ്ടായിരുന്ന മുഴുവനായിട്ടും ഇടുന്നുണ്ട്. വേരിനൊന്നും ഒരു അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ചെടിക്കൊന്നും ഒരു അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കാണിക്കാൻ മറന്നുപോയ മറ്റൊരു സംഗതിയുണ്ട്. ഇതുണ്ടോ, നമ്മുടെ ചകിരിച്ചോറാണ് കേട്ടോ, മറ്റൊന്നുമല്ല ചകിരിച്ചോറ്. ഈ ഒരു ചകിരിച്ചോറും കൂടെ അത്യാവശ്യം നമുക്ക് ഇട്ട് കൊടുക്കാം. കാരണം വേര് ഓടുവാൻ നല്ലതാണ്, പെട്ടെന്ന് വേരോടാൻ നല്ലതാണ്. അപ്പോൾ അത്യാവശ്യം ചകിരിച്ചോറും വന്നിട്ടിട്ട് ഇത് നമ്മുടെ സിമെൻറ്റ് കുഴയ്ക്കുന്നതിനോട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മണ്ണും വളവും എന്ത് ചെയ്യുന്നില്ല, അടിപൊളിയായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗ്രോ ബാഗ് ഉണ്ടല്ലോ, ഒരു 5ഓളം ഗ്രോ ബാഗ് എടുത്തിട്ടുണ്ട്. ആ 5ഓളം ഗ്രോ ബാഗിനകത്തേക്ക് നമുക്ക് മണ്ണ് നിറയ്ക്കണം. ഈ മണ്ണ് നിറച്ചതിന് ശേഷം നടുന്ന രീതിയിലൊന്ന് കാണിച്ചു തരാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ ഗ്രോ ബാഗിൽ ഏകദേശം ഒരു 2 തൂമ്പയോളം മണ്ണ് വാരിയിട്ട് കേട്ടോ. ഒരു 1/4 ഭാഗത്തോളം മണ്ണ് നിറച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു സവാളയുടെ തൊലി ഉണ്ടല്ലോ, ഈ സവാളയുടെ തൊലി നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തേക്കണം. കാരണം ഇത് 2ാം വളമാണ്. നമ്മൾ പ്രത്യേകിച്ച് പിന്നെ 2ാം വളം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് നല്ല വളം, ഇത് നമ്മുടെ വേര്, ചെടിയുടെ വേര് നല്ല താഴ്ചയിലേക്ക് ഇറങ്ങുമ്പോഴത്തേന് നമുക്ക് ഈ ഒരു സാധനം നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ടാകും, അഴുകിയിട്ടുണ്ടാകും. അപ്പം ഈ ഒരു വളം നമ്മുടെ ചെടിക്ക് കിട്ടുകയും ചെയ്യും, നല്ലതുമാണ്. അപ്പം ഇനി നമുക്ക് നിറച്ച് ഈ ഒരു മണ്ണ് വാരിയിടാം. 5 ഗ്രോ ബാഗിൻ്റെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ഈ ഒരു മുളക് തൈ എടുത്ത് നടാം കേട്ടോ. ഈ ഒരു കവറിൽ നിന്ന് നമുക്ക് മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഈ കവർ ഞാൻ കീറി വെച്ചിട്ടുണ്ട്. ഈ ഒരു മണ്ണോട് കൂടി തന്നെ കേട്ടോ. ഈ ഒരു മണ്ണ് നമുക്ക് വേരിനപ്പം നല്ലപോലെ ഓടിയിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു മണ്ണ് നമ്മളൊരു കാരണവശാലും കളയാൻ പാടില്ല. ഇതിനകത്ത് നിന്നും നമ്മുടെ ഈ ഒരു വേര് പൊട്ടാതെ മണ്ണിളകി പോകാതെ നമുക്ക് സൂക്ഷിച്ച് നല്ലപോലെ ഇതുപോലെ നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക് ആദ്യം എടുത്ത് മാറ്റണം. അത് കണ്ടോ, നല്ലപോലെ തന്നെ വേരോടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് നമ്മുടെ ഈ ഒരു മണ്ണിനകത്തേക്ക് നമ്മുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഈ ഒരു മണ്ണും നമ്മൾ ഇടുന്ന ഈ ഒരു മണ്ണൂടെ ഒരേ ലെവലായിരിക്കണം. അപ്പം അതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് സെറ്റ് ചെയ്യാം. നമ്മൾ നട്ട ഒരു മുളക് തൈ നമ്മളിപ്പം കൃത്യ അകലത്തിൽ കുറച്ച് സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മറ്റ് 3 മുളക് നിൽപ്പുണ്ട് കേട്ടോ. അപ്പം ഇത് കണ്ടോ, ഇത് എന്ത് മുളകാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഞാൻ പണ്ട് കൊണ്ട് വെച്ചതാണ്, ഓർക്കുന്നില്ല കേട്ടോ. അറിയാവുന്നവരെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഇനി നമ്മൾ ചെയ്യുന്നത് ട്രൈക്കോട്ടർമ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു നമ്മുടെ വിളകളെ നശിപ്പിക്കുന്ന കീടങ്ങളെയൊക്കെ മുഴുവനായിട്ട് ഇല്ലാതാക്കാൻ ഉപയോഗിക്കുന്ന ഒരു നാച്ചുറൽ പ്രൊഡക്റ്റാണ്. 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാമോളമാണ് ഇടേണ്ടത്. അപ്പം നമുക്കിപ്പോൾ ഏകദേശം 10 ലിറ്ററോളം വെള്ളമുണ്ട്. ഇതിനകത്തേക്ക് ഒരു 200 ഗ്രാമോളം നമുക്ക് ഏകദേശം ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. വെള്ളം നമ്മൾ നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്ത് നിന്നും 1 ലിറ്റർ വെള്ളം കേട്ടോ, ഈ ഒരു കപ്പിൽ നിന്നും 1 ലിറ്റർ വെള്ളം എടുത്ത് നമ്മുടെ ഈ ചെടിയുടെ മൂട്ടിലേക്ക് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്തേക്കാം. ഇത് വേര് കൃത്യമായിട്ട് ഇത് പിടിക്കുകയും കൃത്യമായിട്ട് മറ്റ് രോഗങ്ങളൊന്നും വരാതെ നമ്മളെ സഹായിക്കുകയും ചെയ്യും. അങ്ങനെ ഇത് ഓരോന്നും എടുത്ത് ഓരോന്നിൻ്റെ മൂട്ടിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. അന്നേരം നമ്മുടെ അവസാന ഘട്ട പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വേണം ചെയ്യാൻ. ശരിക്കും പറഞ്ഞാൽ ഇത് വൈകുന്നേരം വേണം ചെയ്യാൻ, നമുക്ക് സമയമില്ലാത്ത നമ്മൾ പകലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഉറപ്പായിട്ടും മുളക് നടുമ്പോൾ ഇങ്ങനെ നട്ടു നോക്കിയോ, നല്ല കായ്ഫലം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. ബായ്.